ജമീഷ്, ഇതൊരു വളരെ നീണ്ട ഒരു ലീഗൽ പ്രോസസ്സാണത്. നമ്മൾ 1 മണിക്കൂർ ദൂരദർശനിലെ ചർച്ച നടത്തിയതുകൊണ്ടോ, ആരെങ്കിലും ഇത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിച്ചു കളയാമെന്ന് ആരെങ്കിലും വീമ്പ് പറഞ്ഞതുകൊണ്ടോ, അല്ല ഇനി ഇതൊരു ഗുമസ്തൻ്റെ പണിയാണ് നടത്തേണ്ടത് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും ഈ കാര്യം അതുകൊണ്ട് അതൊരു വളരെ വല്ലാതെ ലഘൂകരിക്കാനായി ശ്രമിക്കരുത്. ഇത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്നത് സ്ഥാവര സ്വത്തുക്കളാണ്. ഈ നിയമ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ നെവർ ഡാറ്റ് കോഡ് നോൺ ഹാബിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മാക്സിം ഉണ്ട്. ഒരാൾക്ക് നിലവിലുള്ളതായ ടൈറ്റിൽ ആ ആളിന് ഉള്ള ഒരു ടൈറ്റിലിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ടൈറ്റിൽ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുഴുവനും അങ്ങനെ ഒരു മലയാള പരിഭാഷയിൽ നൽകാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാനത് ഉപയോഗിച്ചത്. ക്ഷമിക്കണം. One cannot transfer a better title than the title which he already has എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ ഉള്ള ഒരു അവകാശം ഇതിനെ സംബന്ധിച്ച് തന്നെയുള്ള തർക്കങ്ങൾ നിലവിലിരിക്കുകയാണ്. നമ്മൾ ഇക്കാര്യത്തെ സംബന്ധിച്ച് വൈകാരികമായി അല്ല വിഷയത്തെ കാണേണ്ടത്. ഇവിടെ ഇക്കാര്യത്തെ നമ്മൾ നിയമപരമായി ഇക്കാര്യത്തിന് പരിഹാരം കാണണം. മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ആ മുനമ്പത്ത് ജീവിക്കുന്ന മനുഷ്യരോടൊപ്പമാണ് സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ മുനമ്പം സമരസമിതിയുമായി ബന്ധപ്പെട്ടവരും വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ള തിരുമേനി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടാണ് ആ യോഗം ചേർന്നത്. ആ യോഗത്തിൽ ഇത് സംബന്ധിച്ചും എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി തന്നെ വഖഫ് ബോർഡിനോടും ഗവൺമെൻറ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, ഇക്കാര്യങ്ങളിൽ മറ്റു നടപടികളുമായി നിങ്ങൾ നീങ്ങരുത് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച്. ഇനി ജമീഷ് സൂചിപ്പിച്ചതുപോലെയുള്ള നമ്മളിപ്പോൾ ഈ മുനമ്പം വിഷയം ഇപ്പോൾ BJP-ക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, മുനമ്പം ഇത് എന്താണെന്ന് പറയുക, ഇറ്റ്സ് ഓൺലി പീനട്സ് എന്നൊക്കെ പറയുന്ന പോലെ ഇതൊരു വലിയ കാര്യമൊന്നുമല്ല, ഇതൊരു കപ്പലണ്ടിക്ക് തുല്യമായിട്ടുള്ളത് പോലെ എന്നൊക്കെ ഉള്ള നിലയിലേക്ക് വളരെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഈ പറഞ്ഞ ആളുകൾ മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ 2-ാം തീയതിയുള്ള ചർച്ച ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോഴൊക്കെ പറഞ്ഞത് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചുണ്ട്. അതെല്ലാം നമ്മുടെ മുന്നിൽ അതെല്ലാം ഉള്ളത് തന്നെയാണ്, കണ്ടവരും കേട്ടവരുമാണ് പ്രേക്ഷകർ. ഈ വകുപ്പ് 2-നെ കുറിച്ച് ജമീഷ് പറഞ്ഞു. ആ വകുപ്പ് 2 അനുസരിച്ച് തീർക്കാന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വാചകം സിമിലർ ടു വഖഫ് എന്നല്ലോ എന്ന് ജമീഷ് ഒന്ന് നോക്കും. സോ there is some difference between the വഖഫ് property and the property which is similar to വഖഫ്. ഞാനിത് കോടതി ഭാഷയിൽ ഈ പറയുന്നത് അഭിഭാഷകരുടെ ഭാഷയിലാണ് പറയുന്നത്. വഖഫ് പോലെ വഖഫിന് സമാനമായ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് വഖഫ് ആവില്ല. ഇവിടെ ഇപ്പോൾ ഉള്ള ഈ വിഷയം എന്നത് പരിഹരിക്കപ്പെടുക തന്നെ വേണം. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ടത് ഞാൻ പറയട്ടെ, ഇതിൽ ഈ വഖഫ് റവന്യൂ അധികാരികളോട് വഖഫ് ബോർഡ് ഇതിനിടയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇത് വഖഫിൻ്റെ പ്രോപ്പർട്ടിയാണ്, അങ്ങനെ അവർ നികുതി കരം ഒന്നും സ്വീകരിക്കരുത് എന്ന് അവരത്തരത്തിൽ നിർദ്ദേശിച്ചു. അങ്ങനെ നിർദ്ദേശിച്ചപ്പോൾ ഇപ്പോൾ പ്രൊഫസർ റോണി ഇവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെപ്പറ്റി പറഞ്ഞത്. അങ്ങനെ വഖഫ് ബോർഡ് റവന്യൂ വകുപ്പിനെ അറിയിച്ചപ്പോഴത്തേക്ക് റവന്യൂ അധികാരികൾ കരം സ്വീകരിക്കുന്ന അപ്പോഴേ നിർത്തി. ഇത് 2022 മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിട്ട് ഈ ജനങ്ങളുടെ ആ ഭൂമിയുടെ കരം സ്വീകരിക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ കരം സ്വീകരിക്കാനായി തീരുമാനിച്ചു. കുഴിപ്പള്ളി വില്ലേജ് ഓഫീസർക്കും പള്ളിപ്പുറം വില്ലേജ് ഓഫീസർക്കും തഹസീൽദാർക്കും ഡയറക്ഷൻ കൊടുത്തു ഗവൺമെൻറ്റിൽ നിന്ന്. അങ്ങനെ വന്നപ്പോഴാണ് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ C 36063/22 ആയിട്ട് ഒരു റിട്ട് പെറ്റീഷൻ വരുന്നത്. ആ റിട്ട് പെറ്റീഷൻ 2022 നവംബർ മാസം 10-ാം തീയതിയാണ് തഹസീൽദാരുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുന്നത്. അതിൽ സർക്കാർ കൗണ്ടർ അഫിഡാവിറ്റ് ഫയൽ ചെയ്തു. ഞാൻ ഇതിൻ്റെ നാൾവഴികളിലേക്കൊന്നും പോകുന്നില്ല, കാരണം സമരസമിതിയുമായി ബന്ധപ്പെട്ട് ജോസഫ് റോക്കി ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ നന്നായിട്ട് അറിയാവുന്നതാണ്. ഗവൺമെൻറ് ജനങ്ങളോടൊപ്പം തന്നെയാണ്. ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരമാണ് ആവശ്യമുള്ളത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശരിയാണ്. ഇക്കാര്യത്തിൽ ഈ നമ്മുടെ ഭൂപരിഷ്കരണ നടപടികൾ അത് നമ്മൾ ഈ ലാൻഡ് റിഫോംസ് ആക്ട് നടപ്പാക്കിയിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അതിൽ നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം. ഇന്ത്യയിൽ ഇന്ന് പല സംസ്ഥാനങ്ങളിലുമുള്ള ഒരു വർഗം, ഒരു ക്ലാസ് ഇന്ന് കേരളത്തിലില്ല. അറിയാമോ? നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം. എന്നറിയോ ജമീഷേ, ജന്മി എന്നൊരു വർഗം ഇന്ന് കേരളത്തിലില്ല. അത് ഈ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയത് കൊണ്ടാണ്. 1957 ആദ്യത്തെ ഗവൺമെൻറ് അത്തരത്തിൽ ഭൂപരിഷ്കരണ നടപടികളുമായി ബന്ധപ്പെട്ട ആ ഗവൺമെൻറ് രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നതും അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. നമ്മൾ ഈ ചർച്ച നടത്തുന്ന ദിവസം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഗവർണർമാർക്ക് അപരിമേയമായ അധികാരങ്ങളൊക്കെ ഉണ്ട് എന്ന് സ്വയം സങ്കല്പിച്ച് അവരെല്ലാം അങ്ങനെ മിഥ്യാഭിമാനത്തിലും മിഥ്യമായ അധികാരങ്ങളിലും ആറാടുന്ന ഒരു സമയത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് മുമ്പ് പലപ്പോഴും ഉണ്ടായിട്ടുള്ള വിധിന്യായങ്ങൾ ഓർമ്മിപ്പിക്കുക മാത്രമല്ല, ഇത്തരത്തിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണലായി ഭരണഘടനാ വിരുദ്ധമായി ഗവർണർമാർ
തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ അതിൻ്റെ അധികാരങ്ങൾക്ക് മുകളിൽ ഇങ്ങനെ ഈ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്, വല്ലാതെ ചമ്രം പടഞ്ഞിരിക്കുന്നത്, ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത്, അതിനെ സംബന്ധിച്ച് എല്ലാ ടെലിവിഷൻ മാധ്യമങ്ങളിലും ചർച്ച നടക്കുമ്പോഴാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച നടക്കുന്നത്. നമ്മൾ അറിയേണ്ടുന്നൊരു കാര്യം, ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പിശക്, തെറ്റ് അത് ജുഡീഷ്യറിയിൽ നിന്ന് പോലും ഉണ്ടായാൽ തിരുത്താനായി കഴിയും. അതിനുള്ള സംവിധാനങ്ങൾ ഭരണഘടന വിഭാവന ചെയ്യുന്നുണ്ട്. ഇവിടെ ജനങ്ങൾക്ക് അവർക്ക് മനസമാധാനമായി അവർക്ക് ജീവിക്കാനും ഈ ഭൂമിയിലുള്ള അവകാശം അത് ഉറപ്പിച്ചു കിട്ടുന്നതിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. ഇക്കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ തർക്കങ്ങളിലേക്കും അത് ഇത്തരത്തിൽ ഇതിനെ ഒരു ഫ്ലെയറപ്പ് ചെയ്യലും അങ്ങനെയുള്ള വിഷയങ്ങളിലേക്കല്ല ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ യോഗം ചേർന്നതും ആ യോഗവുമായി ബന്ധപ്പെട്ട് ഇവരോട് ഇത്തരം കാര്യങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുള്ളതും ഗവൺമെന്റ് ഈ കമ്മീഷന്റെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നതും ആ കമ്മീഷൻ ഇതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലാണ് എന്ന കാര്യം അതുകൂടി നമ്മൾ മനസ്സിലാക്കണം.